തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. യു.ഡി.എഫ് ധാരണയ്ക്ക് നീക്കം. 17 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. യു.ഡി.എഫിനെ സഹായിച്ചേക്കും. പകരം 6 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് യു.ഡി.എഫ് സഹായമെന്നും സൂചന. നീക്കങ്ങൾക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിയുടെ ദൂതനെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയുടെ ദൂതന്മാർ ബി.ജെ.പി. നേതാക്കളെ കണ്ട് പ്രാഥമിക ചർച്ച നടത്തിയതായാണ് വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് കുറഞ്ഞ വോട്ടിന് വിജയിച്ച 17 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ സഹായ അഭ്യർത്ഥന. പകരം ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ സഹായിക്കാമെന്നാണ് വാഗ്ദാനം. എൽ.ഡി.എഫ് 847 വോട്ടിന് വിജയിച്ച വടകര, 607 വോട്ടിന് വിജയിച്ച അടൂർ, 2236 വോട്ടിന് വിജയിച്ച വാമനപുരം, 481 വോട്ടിന് വിജയിച്ച കുന്നംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് സഖ്യശ്രമം. കൊയിലാണ്ടി, ബേപ്പൂർ, പൊന്നാനി, ചാലക്കുടി, പെരുമ്പാവൂർ, വൈപ്പിൻ, ദേവികുളം, പീരുമേട്, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലും യു.ഡി.എഫ് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതുവിധേനയും ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായാണ് മുഖ്യമന്ത്രിയുടെ ദൗത്യം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സർക്കാർ നടത്തിയ സ്ഥലമാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് റദ്ദാക്കി. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സർക്കാർ സ്ഥലം മാറ്റിയത് 4 വകുപ്പുകളിലെ ജീവനക്കാരെ. ഉത്തരവ് റദ്ദാക്കിയതിന്റെ രേഖകൾ പീപ്പിളിന് ലഭിച്ചു. ഈ മാസം 5-നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അന്നു മുതൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലവിൽ വന്നിരുന്നു. എന്നാൽ ഇതിനുശേഷവും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ സ്ഥലമാറ്റം നടക്കുന്നതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിനു ശേഷമുള്ള എല്ലാ സ്ഥലമാറ്റവും ചീഫ് സെക്രട്ടറി തടഞ്ഞത്. എല്ലാ വകുപ്പുകളും സ്ഥാപനങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ പറയുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതും മാതൃകാ പെരുമാറ്റച്ചട്ടവും ലംഘിച്ച് സംസ്ഥാന വൈദ്യുതി ബോർഡ്, ജല അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ടൂറിസം വകുപ്പ് എന്നിവിടങ്ങളിൽ സ്ഥലമാറ്റം നടക്കുന്നതായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഇത് സർക്കാരിന്റെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത്തരം സ്ഥലമാറ്റങ്ങൾ നടക്കുന്നതായി നേരത്തെ തന്നെ പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. എസ് ഷീജ, തിരുവനന്തപുരം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിന് സംവരണം അവകാശമില്ലെന്ന് സുപ്രീംകോടതി. സംവരണം ഏർപ്പെടുത്താനുള്ള നയരൂപീകരണം കോടതിയുടെ പരിധിയിൽ വരില്ല. സ്ഥാനക്കയറ്റത്തിന് സംവരണം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഉയർന്ന തസ്തികകളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പരിശോധിക്കാൻ സർവേ നടത്താൻ ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെടുന്ന ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഭരണഘടനയുടെ 16-ാം വകുപ്പ് 4A, 4B ഉപവകുപ്പുകൾ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിന് സംവരണം വേണമോ എന്ന് തീരുമാനിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. എന്നാൽ നിർബന്ധമായും സംവരണം ഏർപ്പെടുത്തണമെന്ന് ഈ വകുപ്പ് അനുശാസിക്കുന്നില്ല. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവേചന അധികാരമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. സംവരണ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനോ പ്രാതിനിധ്യം പരിശോധിക്കാൻ സർവേ നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനോ കോടതിക്ക് അധികാരമില്ലെന്നും ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, PC പന്ത് എന്നിവരുൾപ്പെട്ട ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച നയരൂപീകരണം സുപ്രീംകോടതിയുടെ പരിധിയിൽ വരില്ലെന്നും കോടതി അറിയിച്ചു. പൊതുമേഖലാ ബാങ്കുകളിലെ സ്ഥാനക്കയറ്റത്തിന്റെ കാര്യത്തിലും നേരത്തെ സുപ്രീംകോടതി സമാന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ് വിവാദ മന്ത്രിസഭായോഗത്തിൽ ഭൂപരിധി ഇളവ് നൽകിയ സർക്കാർ ഉത്തരവ് പുറത്ത്. 1600 കോടിയുടെ പദ്ധതിക്ക് എറണാകുളം, തൃശൂർ ജില്ലകളിലായി 2 കമ്പനികൾക്കായി 127.85 ഏക്കർ ഭൂമിക്ക് റവന്യൂ വകുപ്പ് ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്ന ഉത്തരവുകൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലം വകവയ്ക്കാതെയാണ് റവന്യൂ വകുപ്പ് വീണ്ടും ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കിയത്. സ്വകാര്യ മേഖലയിൽ ഹൈടെക് IT പാർക്കുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് എറണാകുളം വടക്കൻ പറവൂർ പുത്തമ്പേലിക്കര വില്ലേജിൽ 95.44 ഏക്കർ ഭൂമിക്കും തൃശൂർ ജില്ലയിലെ മടത്തുംപടി വില്ലേജിലെ 32.41 ഏക്കർ സ്ഥലത്തിനും ഭൂപരിധിയിൽ ഇളവ് നൽകി ഉത്തരവിറക്കിയത്. തൃശൂരിൽ റംസ് എക്കോവേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനും എറണാകുളത്ത് മേഴ്സേഴ്സ് അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനുമാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഈ മാസം 2-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത പുറത്തിറക്കിയത്. ഈ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമ ഇളവുകളും ഭൂസംരക്ഷണ നിയമ ഇളവുകളും
മന്ത്രിതലങ്ങളിൽ വലിയ അഴിമതിയുടെ ഭാഗമായാണ് പുറത്തിറങ്ങിയതെന്ന പ്രതിപക്ഷ ആക്ഷേപം നിലനിൽക്കുകയാണ് റവന്യൂ വകുപ്പ് വീണ്ടും പ്രസ്തുത വിഷയത്തിൽ ഉത്തരവുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി അച്ചടി സ്വകാര്യ പ്രസിന് നൽകാൻ നികുതി വകുപ്പിന്റെ ഉത്തരവ്. സർക്കാർ പ്രസുകളുടെയും KBPSന്റെയും അപേക്ഷ മറികടന്നാണ് തീരുമാനം. സിഡ്കോയ്ക്ക് 26% ഓഹരി മാത്രമുള്ള സ്ഥാപനത്തിനാണ് അച്ചടി നൽകുന്നത്. കേരള പേപ്പർ ലോട്ടറീസ് റൂൾ 2005 അട്ടിമറിച്ചാണ് ലോട്ടറി അച്ചടി സ്വകാര്യ പ്രസിന് നൽകാൻ നികുതി വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മൺവിളയിൽ ഉള്ള സിഡ്കോ ഹൈടെക് പ്രിന്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് കരാർ നൽകാനാണ് ഉത്തരവ്. സിഡ്കോയ്ക്ക് കേവലം 26% മാത്രം ഓഹരിയുള്ള സ്വകാര്യ സ്ഥാപനമാണ് ഇത്. കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസും സിയാപ്റ്റുമാണ് ലോട്ടറി വകുപ്പിന് ടിക്കറ്റ് ഇപ്പോൾ അച്ചടിച്ച് നൽകുന്നത്. KBPS പ്രതിവർഷം 10 കോടി ലോട്ടറി ടിക്കറ്റുകളാണ് അച്ചടിക്കുന്നത്. കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കാൻ സുരക്ഷിതമായ അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ മെഷീനറികൾ KBPSൽ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നിരിക്കെയാണ് സർക്കാരിന്റെ വഴിവിട്ട നീക്കം. ആവശ്യാനുസരണം ലോട്ടറി ടിക്കറ്റുകൾ അച്ചടിച്ചു നൽകാൻ KBPSനും സിയാപ്റ്റിനും കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നികുതി വകുപ്പിന്റെ സ്വകാര്യവൽക്കരണ നീക്കം. ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തേണ്ട അച്ചടികൾ സിഡ്കോ ഹൈടെക് പ്രിന്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിനു മുൻപ് നടത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് സൊസൈറ്റിയെയും സിയാപ്റ്റിനെയും ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് സംസ്ഥാന ഭാഗ്യക്കുറി അച്ചടിക്കാൻ ഉത്തരവ് നൽകിയത് അഴിമതി ഉന്നം വെച്ചുള്ളതാണെന്ന് VS അച്യുതാനന്ദൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതുകൊണ്ടാണ്. KBPSന് സൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടും സ്വകാര്യ പ്രസിന് അനുമതി നൽകിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അച്ചടി സർക്കാർ പ്രസിൽ തന്നെ നിലനിർത്തണമെന്നും VS ആവശ്യപ്പെട്ടു. യോഗ പരിശീലനത്തിന് മുസ്ലിം പരിശീലകർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക്. ആയുഷ് വിഭാഗത്തിലെ യോഗ വിഭാഗത്തിലേക്ക് 3000-ലധികമുള്ള മുസ്ലിം അപേക്ഷകരിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല. സർക്കാർ നയമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിലേക്ക് മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടതില്ലെന്നത് സർക്കാർ നയമെന്നാണ് മന്ത്രാലയം അറിയിച്ചത്. വിവരാവകാശ രേഖയിലാണ് ആയുഷ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി വിഭാഗങ്ങളിൽ മുസ്ലിങ്ങളെ പരിഗണിക്കരുതെന്നാണ് സർക്കാർ നയമെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കി. യോഗ പരിശീലകരായി ഒരു മുസ്ലിം വിഭാഗക്കാരനെ പോലും പരിഗണിക്കാതിരുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച വിവരാവകാശ രേഖയിലാണ് സർക്കാർ മറുപടി. ആയുഷ് പദ്ധതിയിലെ യോഗ പരിശീലക തസ്തികയിലേക്ക് 3841 മുസ്ലിങ്ങൾ അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഒരപേക്ഷ പോലും സർക്കാർ സ്വീകരിച്ചില്ല. യോഗാ ദിനത്തോടനുബന്ധിച്ച് വിദേശ പരിശീലനത്തിനായും അപേക്ഷ ക്ഷണിച്ചു. 711 മുസ്ലിം വിഭാഗക്കാരാണ് അപേക്ഷിച്ചത്. എന്നാൽ ഇതിൽ നിന്നും ഒരാളെപ്പോലും ഇന്റർവ്യൂവിന് ക്ഷണിച്ചില്ല. സർക്കാർ നയപ്രകാരം മുസ്ലിങ്ങളെ പരിഗണിക്കരുതെന്നാണ് നിർദ്ദേശമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. യോഗ്യതകൾ മാനദണ്ഡമാക്കാതെ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയമാണിതെന്ന് CPIM വിമർശിച്ചു. തീരുമാനം പിൻവലിച്ച് സർക്കാർ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം വിവരാവകാശ രേഖയെക്കുറിച്ച് അന്വേഷണ ശേഷം പ്രതികരിക്കാമെന്ന് ആയുഷ് മന്ത്രി ശ്രീപദ് പട്നായിക് പറഞ്ഞു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വേനൽ കടുക്കുന്നതോടെ സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് സൂചന. ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കേന്ദ്രമായ ഇടുക്കി അണക്കെട്ടിലുള്ളത് 100 ദിവസത്തെ ഉൽപാദനത്തിലുള്ള വെള്ളം മാത്രം. വരും നാളുകളിലെ വൈദ്യുതി ഉപയോഗം കൂടുന്നതോടെ KSEB നേരിടുക അടുത്ത കാലത്തകം നേരിടാത്ത പ്രതിസന്ധിയാകും. വേനൽ ശക്തമായതോടെ കേരളം 3 മാസത്തിനുള്ളിൽ ഇരുട്ടിലേക്ക് പോകുമെന്ന സൂചനയാണ് ഇടുക്കിയിലെ അണക്കെട്ടുകളിലെ ജലവിധാന കണക്കുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കേന്ദ്രമായ ഇടുക്കി പദ്ധതിയുടെ ജലസംഭരണിയിൽ 100 ദിവസത്തേക്കുള്ള ഉൽപാദന ജലം മാത്രമാണുള്ളത്. വേനൽ മഴ കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്തും. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ 901 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണുള്ളത്. 8.2 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനം എന്നുള്ളത് ഇപ്പോൾ 10 ദശലക്ഷം യൂണിറ്റാക്കി ഉയർത്തിയിട്ടുണ്ട്. മൂലമറ്റം പവർ ഹൗസിൽ ഉൽപാദനം കൂട്ടിയാൽ 3 മാസത്തേക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമേ അണക്കെട്ടിൽ ഉണ്ടാകൂ. ഇടുക്കി ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2345.3 അടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18.42 അടി വെള്ളത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വേനൽ കടുക്കുന്നതോടെ വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായ വർധനവും ഉണ്ടാകുമെന്നത് KSEBയെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മത്സരിക്കുന്നത് സംബന്ധിച്ച് തന്നെ ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് നടൻ സിദ്ദിഖ്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളിലൂടെ വന്ന അറിവ് മാത്രമേ തനിക്കുള്ളൂവെന്നും സിദ്ദിഖ് പറഞ്ഞു. നിങ്ങൾ TV-യിൽ പറയുന്ന
ന്യൂസിലൂടെ കേൾക്കുന്ന വിവരം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടുക അതല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ നടക്കുകയോ ചെയ്തിട്ടില്ല. അത് വന്നതിന് ശേഷം ഞാൻ തന്നെ നിങ്ങളെ നേരിട്ട് വിളിക്കാം, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്കുള്ള പോലെ തന്നെ ഉള്ള അറിവ് എനിക്കുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി ഔദ്യോഗികമായ ഒരു അറിവും ലഭിച്ചിട്ടില്ല. ഞാനും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ടി വിയിലൂടെ പറയുന്നത്. നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിന്റെ അടുത്ത കൊല്ലം എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ വന്നിട്ട് പറയാം. അതൊക്കെ ഞാൻ അതിന്റെ 12 ആളോട് പറയല്ലോ. ഇല്ലേ, അങ്ങനെയല്ലല്ലോ ചോദിക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമോ, അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമോ, വൈകുന്നേരം എന്ത് ചെയ്യും, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതൊക്കെ വരട്ടെ, വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. വരട്ടെ, അതിൻ്റെയൊക്കെ തീരുമാനം വരട്ടെ. എപ്പോഴല്ലേ ഈ രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞാൽ കേട്ടിട്ടില്ല, എങ്ങും തൊടാതെ. അതുപോലെ BDGS സമുദായത്തിന്റെ വോട്ട് ബാങ്ക് അല്ല എന്ന് SNDP കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ. SNDP മുമ്പും പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പിന്നീടത് നിലനിന്നിട്ടില്ലെന്നും മോഹൻ ശങ്കർ ചൂണ്ടിക്കാട്ടി. വെള്ളാപ്പള്ളി BJP രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും മോഹൻ ശങ്കർ പറഞ്ഞു. അതിനകത്ത് നടേശൻ ഈ SNDP യോഗത്തിന് വഴിയാധാരമാക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം SNDP യോഗത്തിൻ്റെ 15 കൊല്ലത്തെ വളർച്ചയ്ക്ക് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും വിശ്വാസവും അങ്ങനെയുള്ളൊരു വെള്ളാപ്പള്ളിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് തന്നെയാണ്. ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സുനാമി വരുന്ന പോലെ വരുന്നു പോകുന്നു. തിരിച്ച് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ശക്തനായ നേതാവായി തിരിച്ചു വരികയും രാഷ്ട്രീയങ്ങളെയും ചെയ്യുമെന്നുള്ള വിശ്വാസമാണ്. പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയതിനെക്കുറിച്ച് സംസ്ഥാന ഘടകം ജില്ലാ ഘടകത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിങ്കളാഴ്ച ചേരും. പാലക്കാട് നിയമസഭാ സീറ്റിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നത് ഗൗരവത്തോടെയാണ് BJP സംസ്ഥാന നേതൃത്വം കാണുന്നത്. കോർ കമ്മിറ്റി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ശോഭാ സുരേന്ദ്രൻ എത്തും മുമ്പ് ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് BJP സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. തന്നെ ഒഴിവാക്കി ഓഫീസ് ഉദ്ഘാടനം നടത്തിയതിനെതിരെ ശോഭാ സുരേന്ദ്രൻ BJP നേതൃത്വത്തിന് പരാതി നൽകിയതായാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഘടകത്തോട് വിശദീകരണം തേടാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ നാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തീരുമാനമായി. RSS പിന്തുണയോടെ പാലക്കാട് സീറ്റ് ഉറപ്പിച്ച ശോഭാ സുരേന്ദ്രനെതിരായ നീക്കത്തിൽ RSSനും കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായി നിർദ്ദേശിച്ച സംസ്ഥാന സെക്രട്ടറി S കൃഷ്ണകുമാറിനെ വെട്ടിയതിലുള്ള അമർഷം പോകുകയാണ്. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നാൽ ഭാരവാഹിത്വം രാജിവെക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകാനാണ് കൃഷ്ണകുമാർ അനുകൂലികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടർക്ക് സ്വന്തം വോട്ടിന്റെ സുതാര്യത കണ്ടു മനസ്സിലാക്കാം. രേഖപ്പെടുത്തുന്ന വോട്ട് ബാലറ്റായി 7 സെക്കൻഡ് നേരമാണ് കാണാൻ സാധിക്കുക. VVPATs എന്ന പുതിയ സംവിധാനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ ഇത് ഉപയോഗിക്കുക. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഒരു കൺട്രോൾ യൂണിറ്റിന്റെ നിയന്ത്രണത്തിലുള്ള VVPATസിൽ വോട്ട് ബാലറ്റായും മാറും. ഇത് വോട്ടർക്ക് തന്നെ നേരിൽ കണ്ട് മനസ്സിലാക്കാം. 7 സെക്കൻഡ് മാത്രമാണ് രേഖപ്പെടുത്തിയ വോട്ട് വോട്ടർക്ക് കാണാൻ സാധിക്കുക. തുടർന്ന് ബാലറ്റ് സ്റ്റാറ്റസ് ഡിസ്പ്ലേ യൂണിറ്റിൽ ശേഖരിക്കപ്പെടും. ഇത് ആദ്യമായാണ് ഇത്തരം ഒരു സംവിധാനം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന സംവിധാനത്തിലൂടെ വോട്ടർക്ക് സുതാര്യതയും കൃത്യതയും മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കള്ളവോട്ട് കണ്ടെത്താനാകുമെന്നും നോഡൽ ഓഫീസർ ഗിരീന്ദ്രകുമാർ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർക്ക് അയാൾ വോട്ട് ചെയ്യുന്ന അയാൾക്ക് തന്നെ ഒരു സ്ലിപ്പ് വഴി കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ വളരെ സുതാര്യമാക്കുകയാണ് ഇതുവഴി. ഒരു വോട്ടർ ചെയ്യുന്ന വോട്ട് താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടിയെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് വരുത്തിയിട്ട് ആ ബൂത്തിൽ നിന്നും പുറത്തു പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടമെന്ന നിലയിൽ 10 ജില്ലകളിലെ 12 മണ്ഡലങ്ങളിലാണ് VVPATs ഉപയോഗിക്കുക. ഇതിൽ തലസ്ഥാനത്തെ നേമം വട്ടിയൂർക്കാവ് മണ്ഡലവും ഉൾപ്പെടുന്നു. ഓരോ മണ്ഡലത്തിലും 148 വീതം VVPATs ആണ് ഉപയോഗിക്കുക. നിലവിൽ 361 യന്ത്രങ്ങളാണ് തിരുവനന്തപുരം ചാക്ക UP സ്കൂളിൽ എത്തിച്ച് പരീക്ഷിച്ചത്. തുടർന്ന് ഇവ സ്ട്രോങ് റൂമിലേക്കും മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV ജീവനക്കാർക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. MD ജോൺ ബ്രിട്ടാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൈരളി മീഡിയ ക്ലബ്ബാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. TV ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കൈരളി ടവറിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് MD ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ മൂസ മാസ്റ്റർ, സുകുമാരൻ നായർ, M വെങ്കിട്ടരാമൻ, ചെറിയാൻ ഫിലിപ്പ്, മുഹമ്മദ് ആരിഫ്,
നിംസ് ഹോസ്പിറ്റൽ MD ഫൈസൽ ഖാൻ, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ അർഷാദ്, വൗ ഫാക്ടർ ഡയറക്ടർ ഡോക്ടർ ആശ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. മീഡിയ ക്ലബ് സെക്രട്ടറി B. സുനിൽ, ട്രഷറർ AK ബൈജു എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. നിംസ് മെഡിസിറ്റി, പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ, വൗ ഫാക്ടർ സ്കിൻ ഹോസ്പിറ്റൽ എന്നിവരുമായി സഹകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൈരളി TV ജീവനക്കാരും കുടുംബാംഗങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശമ്പളത്തിന് പകരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ സൈനികർക്ക് ദക്ഷിണ സുഡാൻ സർക്കാരിന്റെ അനുമതി. ഏകദേശം 1300 സ്ത്രീകളെ സൈന്യം ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടിൽ പറയുന്നു. വിമതർക്കെതിരായ നീക്കത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്കാണ് ഇത്തരമൊരു അവകാശം സർക്കാർ അനുവദിച്ചത്. അവിശ്വസനീയമായ ക്രൂരതകളാണ് വിമതരെ നേരിടുന്നതിന്റെ പേരിൽ സൈന്യം നടത്തുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിമതരെ സഹായിക്കുന്നുവെന്ന് സംശയമുള്ള കുട്ടികളെയും വികലാംഗരെയും സൈന്യം ജീവനോടെ കത്തിക്കുന്നുണ്ടെന്നും മനുഷ്യാവകാശ സമിതി കണ്ടെത്തി. എന്നാൽ UN റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ ദക്ഷിണ സുഡാൻ സർക്കാർ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അറിയിച്ചു. വയനാട്ടിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കൃഷി മുടക്കി വരൾച്ച. കർണാടക അതിർത്തിയിൽ കബനിയുടെ തീരങ്ങളിൽ 100 കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് തരിശാവുന്നത്. കബനി നദിയോട് ചേർന്നുള്ള ഏക്കർ കണക്കിന് പാടങ്ങളിൽ ഇത്തവണ നടത്തേണ്ട നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വരൾച്ചയിലേക്ക് നീങ്ങുന്ന ഇത്തരം പ്രദേശങ്ങളിൽ ജലലഭ്യത കുറഞ്ഞതാണ് കാരണം. കബനിയിലെ തന്നെ വെള്ളം ഉപയോഗിച്ച് കർണാടക ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ പാടങ്ങളിൽ കൃഷി തുടരുമ്പോഴാണ് കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കർഷകരുടെ ദുരവസ്ഥ. കബനി നദിയിൽ നിന്ന് കേരളത്തിന് നിയമപ്രകാരം എടുക്കാവുന്ന ജലം പോലും ഉപയോഗപ്പെടുത്തുന്നതിന് ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. വെള്ളം പുഴയിൽ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പമ്പ് ചെയ്യാൻ പോലും പറ്റാതെ നിർത്തിയിരിക്കുകയാണ്. വെള്ളം ഭയങ്കരമായിട്ട് ഇപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പമ്പിലേക്ക് വെള്ളം ഇല്ല, വെള്ളം പറ്റിപ്പോയി. ഇപ്പോൾ കാവേരി നദീജല കരാർ പ്രകാരം കബനിയിൽ നിന്ന് 21 TMC ജലം കേരളത്തിന് ഉപയോഗപ്പെടുത്താം. എന്നാൽ ഇതിനാവശ്യമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ നടപ്പാക്കുകയോ കേരളം ചെയ്തിട്ടില്ല. കബനിയിലെ ജലം നാൾക്കുനാൾ വറ്റുന്നതോടെ നിലവിലുള്ള 4 പദ്ധതികൾ കൊണ്ടും കർഷകർക്ക് ഉപകാരമില്ല. മുള്ളൻകൊല്ലി ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ജില്ലാ ആസ്ഥാന നഗരമായ കാസർകോട്ടെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും 1 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് കേരള ജല അതോറിറ്റി ഇപ്പോൾ കുടിക്കാൻ നൽകുന്നത് ഉപ്പുവെള്ളമാണ്. ചന്ദ്രഗിരിപ്പുഴയിൽ വെള്ളം സംഭരിക്കുന്നതിനായുള്ള തടയണ നിർമ്മാണം ഈ വർഷം വൈകിയതിനാലാണ് ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്തത്. ശാശ്വത പ്രശ്നപരിഹാരത്തിനായുള്ള സ്ഥിരം തടയണ നിർമ്മാണ പദ്ധതി അധികൃതരുടെ അനാസ്ഥ കാരണം അവതാളത്തിലുമായി. 3 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ചന്ദ്രഗിരി പുഴയിൽ സ്ഥിരം തടയണ നിർമ്മിച്ച് കാസർകോട്ടുകാർക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. 2005 തുടങ്ങിവെച്ചതാണ് സ്ഥിരം തടയണ നിർമ്മാണത്തിനുള്ള ടെൻഡറുകളും നിർമ്മാണ പ്രവൃത്തിയും. എന്നാൽ 5 കോടിയോളം രൂപയുടെ നേട്ടം മാറി മാറി വന്ന കരാറുകാർക്ക് ലഭിച്ചതല്ലാതെ പദ്ധതി ലക്ഷ്യം കണ്ടില്ല. ജല അതോറിറ്റിയുടെ സംഭരണ മേഖലയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ 1980 മുതൽ എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മിച്ചു വരികയാണ്. സ്ഥിരം തടയണ നിർമ്മാണം വൈകുന്നതിലും പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ചുള്ള താൽക്കാലിക തടയണ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാലും ഇത്തവണ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയതിനാലാണ് താൽക്കാലിക തടയണ നിർമ്മാണം വൈകിയത്. ജനങ്ങൾക്ക് ഉപ്പുവെള്ളം നൽകുന്നതിൽ പ്രതിഷേധിച്ച് DYFI കാസർകോട്ട് ഉപ്പുകുറുക്കൽ സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് മണ്ഡലം MLAയും സംസ്ഥാന സർക്കാരുമാണ് ഉപ്പുവെള്ള പ്രശ്നത്തിന് ഉത്തരവാദിയെന്ന് DYFI കുറ്റപ്പെടുത്തി. ഇതുവരെയായി 5 കോടിയോളം രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ഈ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ഇപ്പോഴും കാസർകോട്ടെ നിവാസികൾ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്ന ഗതികേടിലാണുള്ളത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. കാസർഗോഡിൻ്റെ MLA എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാസർഗോഡ് നഗരത്തിലെയും 4 സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ ഇപ്പോൾ ദുരിതമനുഭവിക്കുകയാണ്. എല്ലാ വർഷവും ഉപ്പുവെള്ളം കയറുന്നതിന് മുമ്പ് തന്നെയാണ് താൽക്കാലിക തടയണ ചന്ദ്രഗിരി പുഴയിൽ ജല അതോറിറ്റി നിർമ്മിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ തർക്കങ്ങളെ തുടർന്ന് തടയണ നിർമ്മാണം വൈകിപ്പോയി. ഇതേ തുടർന്ന് ഉപ്പുവെള്ളം നേരത്തെ കുടിക്കേണ്ട ഗതികേടിലായി കാസർകോട്ടുകാർ. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.